ലൂക്കിന് കാല് വയ്യാത്തതുകൊണ്ട് തന്നെ പ്ലെയിൻ ക്രാഷ് ആയിട്ട് വീണ സ്ഥലത്ത് തന്നെ അങ്ങനെ കിടക്കുകയാണ്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുറെ നേരം അങ്ങനെ കിടന്നിട്ടും ആരും വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോൺ ഇപ്പൊ മെല്ലെ ഒന്ന് എണീറ്റ് നോക്കുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അയാൾ തളർന്ന് കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു രണ്ട് കാലും ഇപ്പൊ നല്ല രീതിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോണിന് ഇപ്പൊ നടക്കാനും ഇരിക്കാനും കിടക്കാനും എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ജോൺ ഇപ്പൊ വിശ്വസിക്കുകയാണ് ഈ ഒരു ഐലൻഡിൽ എന്തോ ഡിഫറന്റ് ആയിട്ട് എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ലൂക്കിനോട് മുന്നേ ഈ ഒരു ഐലൻഡിൽ എന്തൊക്കെയോ മിറാക്കിൾസ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാരും ഈ ഒരു ഐലൻഡിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാല് ശരിയായതുകൊണ്ട് തന്നെ ജോണിന് ഇപ്പൊ അവിടുന്ന് പോകണമെന്ന് ഒരു താല്പര്യമില്ല. കാരണം അവനിപ്പോ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാല് വീണ്ടും പഴയ പോലെ ആവുന്നുള്ളൊരു പേടി ജോണിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ജോൺ മാത്രമാണ്. ഇപ്പോ രാത്രി ആയിട്ടുണ്ട്. ഒരുപാട് രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാരും അവിടെ തന്നെ തീയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങായിരുന്നു. വോൾട്ടിന്റെ ഡോഗ് ഇപ്പൊ കിടന്ന് കുറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര വയലന്റ് ആയിട്ട് ഇവരുടെ ഈ ഒരു ക്രാഷ് ആയിട്ടുള്ള പ്ലെയിനിന്റെ സെന്റർ പാർട്ട് കിടക്കുന്നുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് ഡോഗ് ഇപ്പൊ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരു ടോർച്ച് ലൈറ്റ് ഒക്കെ ആയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിലാണ് അവിടെ വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ബോഡി എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാടിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് പന്നികൾ വന്നിട്ട് ഈ മരിച്ചടക്കുന്ന ആൾക്കാരുടെ ബോഡി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡോഗ് കുറയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് തന്നെ അതുങ്ങളെല്ലാം ഓടി കാട്ടിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും കൂടിയിട്ട് എത്രയും പെട്ടെന്ന് മരിച്ചുപോയ ആൾക്കാരെ നമുക്ക് അടക്കം ചെയ്യണം, അതല്ലാതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ സെയ്ദിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു റേഡിയോ വെച്ചിട്ട് എന്തോ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് 16 വർഷമായിട്ട് ഒരു സിഗ്നൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആരെങ്കിലും ഉണ്ടാവും.